അതെ, ഓർഡർ ചെയ്തിട്ട് എത്ര നാളായി? എപ്പോ വരും ആ കൺസൈൻമെന്റ്? ഒരു കാര്യം ചെയ്യ്, ആ ഡേറ്റെങ്കിലും ഒന്ന് പറ. ആ വെച്ചോ വെച്ചോ. സാർ. വാ വിജി. വിജി, നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഞാനൊരു കാര്യം ഏൽപ്പിച്ച അത് ചെയ്യണ്ടെന്നാണോ? അയ്യോ സാർ, അങ്ങനെയൊന്നും അല്ല സാർ. ഇന്നലെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞോ? ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ തന്നോട് എന്താ പറഞ്ഞത്? അദ്ദേഹം നമ്മുടെ VIP കസ്റ്റമർ ആണ്. അങ്ങനെ ഒരാൾ വരുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് എടുത്തു കൊടുക്കുകയല്ലേ വേണ്ടത്. പക്ഷെ നീ എന്താ ചെയ്തേ? അതൊന്നും നോക്കാതെ അവിടുന്ന് എങ്ങോട്ടാ പോയി? അദ്ദേഹം എന്നെ പറ്റി, എന്റെ കടയെ പറ്റി എന്താ വിചാരിക്കുക? അത്രയും വലിയൊരു VIP കസ്റ്റമർ നമ്മുടെ കടയിൽ വരുന്നത് തന്നെ വലിയൊരു കാര്യ. അവരൊക്കെ ആരെ കണ്ടിട്ടാ വരുന്നേ? എന്നെ കണ്ടിട്ടാ. ഇന്നലെ നീ അങ്ങനെയൊക്കെ കാണിച്ചത് എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിട്ടാണോ? ഇല്ല സാർ, എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാ ഞാൻ പറയുന്നൊന്ന് കേൾക്കണേ സാർ. നീ പറയുന്നത് ഞാൻ കേൾക്കണോ അതോ ഞാൻ പറയുന്നത് നീ കേൾക്കണോ? നോക്കൂ വിജി, നിനക്ക് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് പറ. ഇനി ഇതുപോലെ ഞാൻ പറയുന്നത് കേൾക്കാതെ അലസമായിട്ട് ജോലി ചെയ്താ പിന്നെ ഞാൻ എന്താ പറയാന്നറിയില്ല. ഒരു ആൺതുണയില്ലാതെ ഒരു കുഞ്ഞിനെ കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കില്ലെന്ന് വിചാരിച്ചിട്ടാ തന്നെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടാത്തത്. അത് മനസ്സിലായിക്കോ. അയ്യോ, ഇനി ഇങ്ങനെ ഉണ്ടായി തന്നെ ഞാൻ പറഞ്ഞു വിടും. ജോലിയിൽ ഞാൻ വലിയ കർക്കശക്കാരനാ, മനസ്സിലായോ? ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗാ. ഇനി മേലാൽ ഇങ്ങനെ ഉണ്ടാവരുത്. ഇനി ഉണ്ടായ ഉറപ്പായിട്ടും തന്നെ ഇവിടുത്തെ ജോലി എന്ന് പറഞ്ഞു വിടും. സാർ, ഇനി കൂടുതലൊന്നും പറയണ്ട. കഴിഞ്ഞ കാര്യം വിസ്തരിക്കാൻ നിൽക്കണ്ട. സന്തോഷേ സാറ് ചെന്നാ ലാവണ്യോട് ഇങ്ങ് വരാൻ പറ. വിളിച്ചിട്ട് പറ രാജൻ. അല്ല, ലോഡ് ഞാൻ അന്ന് തന്നെ അയച്ചായിരുന്നല്ലോ. നീ അതെല്ലാം കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്യ്. സാർ വിളിച്ചായിരുന്നോ? ആ ലാവണ്യ, ഇനി മുതൽ ഈ വിജി നിന്റെ കൺട്രോളിൽ വേണം ജോലി ചെയ്യാൻ. ശരി സർ. തന്നെയല്ല, അവള് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നീ എപ്പോഴും നോക്കിക്കോണം. അയ്യോ, അല്ലെങ്കിൽ തന്നെ പിന്നാലെ നടന്ന് പണി തരാ. അതിന്റെ ഇടയിലാ മുഴുവൻ കൺട്രോളും കൊടുത്തിരിക്കുന്നത്. തീർന്നു. ഇനി നമ്മുടെ ആളുടെ അവസ്ഥ എന്തായി തീരോ എന്തോ. അവള് കുറച്ച് കെയർലെസ് ആയിപ്പോ. ഒന്ന് നോക്കിക്കോ. ഉറപ്പായിട്ടും സർ. സാറ് പറഞ്ഞതല്ലേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇന്നലെ നടന്ന വിഷയത്തെ പറ്റി ഓണറുടെ അടുത്ത് കള്ളം പറഞ്ഞ് ഇങ്ങനൊരു പ്ലാൻ ഞാൻ തന്നെ സെറ്റാക്കിയത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കടയിൽ നിന്ന് തന്നെ നിന്നെ ഞാൻ അടിച്ചോടിക്കും. സാർ, സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സാർ. ഇന്നലെ ഞാൻ ഗോഡൌണിൽ കുടുങ്ങിപ്പോയതാ. നീ പറയുന്ന ഈ കഥയൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. ചെന്ന് ജോലി ചെയ്യാൻ നോക്ക്. ഏയ്, എന്താ വിജയ്, ഓണർ പറഞ്ഞത് കേട്ടില്ലേ നീ? ഇനി മുതല് നീ എന്റെ കൺട്രോളിലാ. ഞാൻ അറിയാതെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ദേഷ്യം വരുന്നുണ്ടോ? എന്നെ അടിച്ചു കൊല്ലണം തോന്നുന്നുണ്ടോ നിനക്ക്? കുടുംബത്തെ അപമാനിച്ചിട്ട് പോയവളല്ലേ നീ. ആ നിനക്ക് ഒരു ചെറിയ ശിക്ഷ ഇരിക്കട്ടെ. പക്ഷെ ഇതൊന്നും കൊണ്ട് തീരാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേക്ക്. ഈ കടയിൽ നിന്ന് നീ പോണോ വേണ്ടേന്നുള്ളത് ഇനി എന്റെ കയ്യിലാണ്. എന്തായാലും നീ അധികകാലം ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഈ കടയിൽ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ജോലി ചെയ്യാ. ഇന്നലെ വന്നു കയറിയ നീ ഓണറെ സോപ്പിട്ട് ഇത്ര പെട്ടെന്ന് നല്ല പേര് വാങ്ങിയല്ലേ? കണ്ടില്ലേ, ദയവായിട്ട് തന്നെ ആ VIP കസ്റ്റമർ വന്ന സമയത്ത് നിന്നെ ആരോ ആ ഗോഡൌണിലിട്ട് പൂട്ടിക്കളഞ്ഞു. ആരോന്നെങ്ങനെയോ ഒരു എളുപ്പമില്ലാതെ പറയുന്നേ. അത് ചെയ്തത് നിങ്ങളാവാനും സാധ്യതയില്ലേ? എന്താ കണ്ടുപിടിച്ചെന്ന് പേടി തോന്നുന്നുണ്ടോ? ഏയ്,
ഞാൻ എന്തിനാണ് നിന്നെ പേടിക്കുന്നേ? ഞാൻ നല്ല അഭിമാനമുള്ളവളാ. ഞാൻ നിന്റെ മുമ്പിൽ തോറ്റുപോയാലുണ്ടല്ലോ, പിന്നെ എനിക്ക് ജീവിച്ചിരിക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് അതിനർത്ഥം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു കാര്യം പറയാം, നന്നായിട്ട് കേട്ടോളൂ. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഈശ്വരൻ എന്റെ കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട്. എന്താ പറഞ്ഞ? ഈശ്വരൻ നിന്റെ കൂടെ ഉണ്ടെന്നോ? അതൊക്കെ നിന്റെ വെറും തോന്നലാ. ഓണർ പോലും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഈശ്വരൻ നിന്നെ സപ്പോർട്ട് ചെയ്യുക? സംസാരിച്ചോളൂ, അഹങ്കാരം കൊണ്ട് പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞോളൂ. പക്ഷെ അതൊക്കെ ഒരു ദിവസം മുകളിലുള്ള ആളൊരു പിടുത്തം പിടിക്കും. ഏയ്, ചുമ്മാ മുകളിലുള്ള ആള്, ഈശ്വരൻ, ദൈവം ഇങ്ങനെയൊന്നും പറഞ്ഞ് വരട്ടാൻ നിക്കണ്ട. ഈ കടയില് ഞാനാ സീനിയർ. നീ ഇന്നലെ കയറി വന്നവള്. ഈ ജോലി വേണ്ട, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിന്നെ സ്വയം ഇറക്കി വിടുന്നത് എങ്ങനെയാന്ന് എനിക്ക് നന്നായി അറിയാടി. ഇവിടെ ആരാ ഓടാൻ പോകുന്നേ, ആരാരെയാണ് ഓടിക്കാൻ പോകുന്നേന്ന് നമുക്ക് കാണാം.